ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇലയടയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമ്മൾ കൈ വെച്ചിട്ട് പരത്താതെ തന്നെ ആവി കയറ്റി വേവിക്കാതെ റെഡിയാക്കി എടുത്തിട്ടുള്ള അടയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ അട എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 2 അച്ച് ശർക്കര ഉരുക്കി അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഇതിലേക്കുള്ള ഫില്ലിംഗ് ആണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ശർക്കരപ്പാനി ഇതുപോലെ ഒന്ന് നല്ലോണം തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 കപ്പോളം തേങ്ങ ചിരകിയതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ തേങ്ങ ശർക്കരപ്പാനിയിലൊന്ന് പിടിച്ച് വറ്റി കിട്ടോളം നമുക്കൊന്നൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഞാനിവിടെ 2 ഏലക്ക ഒന്ന് ചതച്ചിട്ട് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഈ തേങ്ങയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വെള്ളവും ശർക്കര പാനിയൊക്കെ ഒന്ന് വറ്റുന്നത് വരെ ഇളക്കിയിട്ട് നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബോൾ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. ദോശമാവിൻ്റെ ആ ഒരു കട്ടിക്കാണ് ഇതുണ്ടാവുക, അധികമായിട്ട് ലൂസാവാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് കലക്കിയെടുക്കാൻ. അപ്പോൾ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു ദോശ മാവിൻ്റെ ഒരു കട്ടിക്കാണ് ഇത് വേണ്ടത്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ വാഴയില കഴുകി വൃത്തിയാക്കി തുടച്ചിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ വേണ്ടത് അത് അത്ര എണ്ണം ഇവിടെ റെഡിയാക്കി വെക്കാം. ഇനി ഇതിൽ നിന്ന് ഒന്നെടുത്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് അട ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒന്ന് ഇതുപോലെ ഇല ഒന്ന് പരത്തി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. അതിൻ്റെ സൈഡിലേക്കൊന്നും ആകാതെ രീതിയിൽ പരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിനെ ഒരു സൈഡിലേക്കായിട്ട് വെച്ചെടുക്കുക. ശേഷം ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഇല എടുത്തിട്ട് മറ്റേ ഭാഗത്തേക്കൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് ചുട്ടെടുക്കാം. അതിനായിട്ട് ഒരു ദോശപ്പാന് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഇതുപോലെ ഓരോന്നും വെച്ച് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ അത് ആദ്യത്തെ 1 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കേണ്ടത്. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇലയിൽ നിന്ന് വിട്ട് കിട്ടും. ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് ഇല ഒന്ന് വാടി വന്നാൽ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. ആദ്യത്തെ മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ നമുക്കിതുപോലെ പെട്ടെന്ന് തന്നെ ഇലയിൽ നിന്ന് വിട്ട് കിട്ടും. എന്നിട്ട് നമുക്കിതുപോലെ ലോ ടു മീഡിയത്തിലാക്കി വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക. ഉള്ളി പോലും നമ്മൾ ഇലയിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല. നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കാം.
അപ്പോൾ അത് ആദ്യത്തേത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാം. ഇനിയിപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ആദ്യം ഒന്ന് പരത്തി കൊടുക്കുക ജസ്റ്റ്, എന്നിട്ട് ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇത് 2 എണ്ണം വെച്ചിട്ടും ചുട്ടെടുക്കുക. അപ്പോൾ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇപ്പുറത്ത് വെച്ചെടുത്താലും മതി. അങ്ങനെ 2 എണ്ണം വെച്ചിട്ട് ചുട്ടെടുക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ഇലയിൽ നിന്ന് ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാനും പറ്റും. ഇങ്ങനെയും ചെയ്തെടുക്കുക. 2 എണ്ണം വെച്ചിട്ടൊക്കെ ഇങ്ങനെയും ചുട്ടെടുക്കുക. ആ ശർക്കര ഒന്ന് മെൽറ്റായി വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഒട്ടിപ്പിടിക്കും. അത് കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് അതിൽ നിന്ന് വിട്ട് കിട്ടും. അപ്പോൾ ദാ ഞാൻ ഇതുപോലെ 2 എണ്ണം ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഇലയടയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. വളരെ പെട്ടെന്ന് തന്നെ അധികം റിസ്ക് ഇല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.